നമസ്കാരം. ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ എന്ന പരിപാടിയുടെ പുതിയ ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ ഇന്നുള്ളത് പുനലൂർ നഗരസഭ ബസ് സ്റ്റാൻഡിലാണ്. പുനലൂർ നഗരസഭ ബസ് സ്റ്റാൻഡിനുള്ളിൽ ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന നഗരസഭയുടെ വാഹനങ്ങളാണ് തുരുമ്പെടുത്ത് കാട് കയറി നശിക്കുന്നത്. ഈ അടുത്തിടെ ഈ പുനലൂർ നഗരസഭയിൽ ചെയർപേഴ്സന് സഞ്ചരിക്കുവാനായി ഒരു ബൊലേറോ വാഹനം വാങ്ങുകയുണ്ടായി. ഈ വാഹനം വന്നതിന് ശേഷമാണ് നഗരസഭയുടെ വാഹനങ്ങൾ സമയബന്ധിതമായ മെയിൻ്റനൻസ് ഇല്ലാതെ തകർന്ന് നാമാവശേഷമാകുന്ന വസ്തുത ജനങ്ങളിലേക്ക് എത്തിയത്. അതിന് പ്രകാരമാണ് നമ്മൾ എത്തുന്നത്. ഇത് പുനലൂർ നഗരസഭയിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ്. ഇതെല്ലാം പുനലൂർ നഗരസഭയുടെ വാഹനങ്ങളാണ് ഈ കിടക്കുന്നത്. ഈ കാട് മൂടി ഇഴജന്തുക്കളുടെ താവളമായ ഈ സ്ഥലത്ത് കിടക്കുന്നത് പുനലൂർ നഗരസഭയുടെ വാഹനം. ഇത് ഈ ട്രാക്ടർ ട്രില്ലർ പോലെയുള്ള വാഹനങ്ങളാണ്. ഇത് കാട് കയറി ഇതിൻ്റെ അടിയിലോട്ട് നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. അല്ല, ഇഞ്ചൻ ഉൾപ്പെടെ കിടക്കുന്ന അവസ്ഥയാണ്. ഇതൊരു ട്രാക്ടറിന്റെ ഭാഗമാണ്. ഇത് റോളറിന്റെ ഭാഗമാണ്. ഇനി അത് സ്വകാര്യ വ്യക്തികൾ ഇവിടെ കൊണ്ട് കാറിട്ടിട്ടുണ്ട്. ഇത് നഗരസഭയുടെ വേസ്റ്റ് സാധനങ്ങൾ ഇവിടെ നിന്ന് എടുത്ത് ഡംപിങ് യാർഡിലേക്ക് കൊണ്ടുപോകാനായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വാഹനമാണ്. ഇനി നമ്മൾ മറു സൈഡിലേക്ക് ചെല്ലുകയാണെങ്കിൽ അവിടെയും വാഹനങ്ങളുടെ ഒരു വലിയ കൂമ്പാരം തന്നെയാണ് ഇവിടെ. ലക്ഷക്കണക്കിന് രൂപയുടെ വിലമതിക്കുന്ന വാഹനങ്ങളാണ് ഇത്. കുടുംബശ്രീ യൂണിറ്റിലെ അംഗങ്ങൾ ഇതൊരു ഓട്ടോറിക്ഷയാണ്. ഈ ഓട്ടോറിക്ഷയിലാണ് അവർ ഇവിടെ നിന്നും മാലിന്യ വസ്തുക്കൾ ഡംപിങ് യാർഡിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. അതാണ് ക്ലീനിങ് യൂണിറ്റ് അവർക്ക് വേണ്ടി വാങ്ങിക്കൊടുത്ത. ഇതുപോലെ ഒരു 15ഓളം ഓട്ടോറിക്ഷകൾ വാങ്ങിയിരുന്നു. ഈ ഓട്ടോറിക്ഷയുടെ ഇഞ്ചൻ ഉൾപ്പെടെ മോട്ടിച്ചുകൊണ്ട് പോയ ഒരവസ്ഥയാണ്. അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇനിയും വാഹനങ്ങൾ അതിന് മറു സൈഡിൽ വീണ്ടും ഉണ്ട്. നമുക്ക് പുനലൂർ നഗരസഭയുടെ കുടുംബശ്രീ യൂണിറ്റ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഓട്ടോറിക്ഷയാണ് ഇത്. അത്യാവശ്യം മാലിന്യങ്ങളൊക്കെ വാരിയെടുക്കുന്നതിനായി ഉപയോഗിച്ചിരുന്ന ട്രാക്ടറിനകത്ത് ഘടിപ്പിച്ച JCBയുടെ ചെറിയ ഒരു യൂണിറ്റ്. ഇതെല്ലാം കിടക്കുന്നത് നമ്മുടെ പുനലൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനുള്ളിലാണ്. ഇനി നമുക്ക് ഇത് കാട് മൂടി കിടക്കുന്നു. ഇനി കുറച്ച് ഡംപിങ് സ്ഥലത്തേക്ക് ഉള്ള സാധനങ്ങൾ കൊണ്ടുപോകാനായിട്ട്. ഇതൊന്നും വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്തേക്കുന്നതല്ല. എല്ലാം ഓടാൻ പറ്റാതെ വളരെ ചെറിയ മെയിൻ്റനൻസ് നടത്തിയാൽ ഓടിക്കാൻ കഴിയുന്ന രീതിയിലുള്ള വാഹനങ്ങളാണ്. ഇത് ഒരു ചെറിയ ടിപ്പറാണ്. ഇതും ഒതുക്കി വിട്ടിട്ട് മാസങ്ങളാകുന്നു. ഇനി നമുക്ക് അങ്ങോട്ട് പോവുകയാണെങ്കിൽ നഗരസഭാ വാഹനങ്ങൾ സൂക്ഷിക്കാനായി വെച്ചിരുന്ന സ്ഥലത്ത് ഇപ്പം സ്വകാര്യ വ്യക്തികളാണ് ഇവിടെ ബൈക്കിംഗ് സാധനങ്ങൾ. ഇതാണ് പുനലൂർ നഗരസഭയുടെ മറ്റൊരു ഡംപിങ്ങിനായി വേസ്റ്റ് സാധനങ്ങൾ കൊണ്ടുപോയിരുന്ന ഒരു വണ്ടിയാണ്. അടുത്തത് പുനലൂർ നഗരസഭയ്ക്ക് വേണ്ടി കേന്ദ്ര പദ്ധതിയായ നിലാവ് സാന്ത്വന പരിചരണ വിഭാഗത്തിനായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ യൂറോപ്യൻ കമ്മീഷന്റെ ഭാഗമായി പുനലൂർ നഗരസഭയ്ക്ക് നൽകിയ നിലാവ് എന്ന പദ്ധതിയുടെ ഭാഗമായി നൽകിയ ഒരു ആംബുലൻസാണ് ഈ കിടക്കുന്നത്. ഇതിൻ്റെ ഭാഗങ്ങൾ, ഇതിൻ്റെ 2 വീലുകൾ ഇത് കൊണ്ട് ഒതുക്കിയിട്ട് ആരും ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലെന്ന്. ഇതിൻ്റെ ടയർ ആരോ അടിച്ചുകൊണ്ട് പോയി. അതുപോലെ അപ്പുറ സൈഡിലുണ്ട് 2 ടയറുകൾ മോഷണം പോയ അവസ്ഥയിലാണ്. ഇനിയും നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് നീങ്ങുകയാണെങ്കിൽ മുമ്പ് കണ്ടതിൻ്റെ ബാക്കിയായ ഒരു ഓട്ടോറിക്ഷ ഇവിടെ കിടക്കുന്നുണ്ട്. അടുത്ത് ഇത് പുനലൂർ നഗരസഭയിൽ ഏതാണ്ട് ഒരു 10 വർഷത്തോളം കുടിവെള്ള വിതരണം നടത്തിയ ഒരു ട്രാക്ടറിൻ്റെ ഭാഗമാണ്. ഈ ഉയർന്ന പ്രദേശങ്ങളിൽ ടിപ്പർ പോലെയുള്ള വലിയ വണ്ടികൾ പോകാത്ത സ്ഥലങ്ങളിൽ കുടിവെള്ളം എത്തിച്ചുകൊണ്ടിരുന്ന ട്രാക്ടറിൻ്റെ സംവിധാനത്തിലുള്ള ഇതിനകത്തായിരുന്നു കുടിവെള്ളം എത്തിച്ചുകൊണ്ടിരുന്നത്. ഇത് നഗരസഭയിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു ടിപ്പർ ലോറിയാണ്. ഈ അടുത്ത കാലം വരെ
ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു JCB ആണിത്. വളരെ എന്തോ ചെറിയ മെയിൻ്റനൻസ് മാത്രമാണ്. അതാണ് സമയബന്ധിതമായി ചെയ്യാതെ ഇങ്ങനെ ഒതുക്കിയിരിക്കും. ലക്ഷങ്ങൾ വില വരുന്ന വാഹനങ്ങളാണ് ഇങ്ങനെ തുരുമ്പെടുത്ത് നശിക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു കാഴ്ച കാണാം. ഇത് രാത്രികാലങ്ങളിൽ ഈ ഓട്ടോറിക്ഷ ഇപ്പം ഉപയോഗിക്കുന്നത് ഇതിനു വേണ്ടിയാണ്. ഇവിടെ CCTV ക്യാമറയോ മറ്റ് വെളിച്ചമോ മറ്റ് സംവിധാനമോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് തൊട്ട് അപ്പുറത്തായിട്ട് ബിവറേജസിൻ്റെ ഔട്ട്ലെറ്റ് ഉണ്ട്. വാങ്ങിക്കൊണ്ട് വരുന്നവർ മദ്യപിക്കുന്നതിനായിട്ടാണ് ഇപ്പോൾ ഈ ഓട്ടോറിക്ഷകളും ഈ വാഹനങ്ങളും ഈ പുരയും ഒക്കെ ഉപയോഗിക്കുന്നത്. ഇത് മാറണം. അടിയന്തരമായി ഈ സംവിധാനത്തിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകണം. അതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം. ഈ വാഹനങ്ങളെല്ലാം നഗരസഭ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതൊക്കെ കണ്ടം ചെയ്യുന്നതിന് ഒരു ചെറിയ സമയപരിധിയുണ്ട്. പക്ഷേ ആ സമയപരിധി അടുക്കുന്നതിന് മുമ്പേ ഒതുക്കിയിട്ട വാഹനങ്ങൾ, അങ്ങനെയല്ലേ ഏകദേശം മനസ്സിലാക്കുന്നത്? അതെ, പുനലൂർ നഗരസഭ തുരുമ്പെടുക്കുകയാണ്. പുനലൂർ നഗരസഭയുടെ പ്രാന്തപ്രദേശങ്ങൾ, പുനലൂർ പട്ടണ പ്രദേശം മുഴുവൻ മാലിന്യത്താൽ ശീതലരിക്കുന്ന പ്രദേശമായി പുനലൂർ നഗരസഭാ പ്രദേശം മാറി. തെരുവ് നായ്ക്കൾ പുനലൂരിൽ വിഹരിക്കുകയാണ്. ഇത് നോക്കാനും പരിചരിക്കാനും പുനലൂർ പട്ടണത്തെ സംരക്ഷിക്കാനും നഗരസഭാ നേതൃത്വത്തിന് കഴിയാത്ത സ്ഥിതി. 54 വർഷം പഴക്കമുള്ള ഈ നഗരസഭയെ കാലോചിതമായി പരിഷ്കാരത്തിന്റെ അടിസ്ഥാനത്തിൽ സംരക്ഷിച്ചു കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തപ്പെട്ട നഗരസഭാ നേതൃത്വം പരാജയപ്പെട്ടിരിക്കുന്നതിന്റെ പ്രഥമ ഉദാഹരണമാണ് ഇത്തരത്തിലുള്ള നഗരസഭയുടെ കോടികൾ വിലമതിക്കുന്ന പഴയ വാഹനങ്ങൾ. ഇവ യഥാവിധി പരിചരിച്ച് സംരക്ഷിച്ച് സൂക്ഷിച്ചിരുന്നെങ്കിൽ ഇവയെല്ലാം ഉപയോഗയോഗ്യമായിരുന്നു എന്ന് ഏതൊരാളിനും മനസ്സിലാകും. പക്ഷേ അതിന് മെനക്കെടാതെ പുതിയ വാഹനങ്ങളിലേക്ക്, വരുമാനമില്ലാത്ത നഗരസഭ ലക്ഷങ്ങൾ മുടക്കി പുതിയ വാഹനങ്ങളിലേക്ക് പോകുന്ന സ്ഥിതിയാണ് പുനലൂർ നഗരസഭയിലുള്ളത്. ഒരിടയ്ക്ക് കുടുംബശ്രീ യൂണിറ്റിന് വേണ്ടി ഉപയോഗിച്ച 4-5 ഓട്ടോറിക്ഷകൾ ഇവിടെ കിടക്കുന്നുണ്ട്. ഇത് ഇവിടെ കിടക്കുമെന്നാണ് ഇപ്പം പുതിയ വാഹനങ്ങൾ വീണ്ടും വാങ്ങിച്ചിട്ടുള്ളത്. അതൊരു വിരോധാഭാസമല്ലേ ഈ കാണിക്കുന്നത്? തീർച്ചയായും ഇതെല്ലാം കാര്യക്ഷമമായി ഉപയോഗിക്കാൻ കഴിയുമെന്നിരിക്കെ അതിനെല്ലാമുള്ള സംവിധാനങ്ങൾ, ആവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ, ഉദ്യോഗസ്ഥന്മാർ, എഞ്ചിനീയറിംഗ് വിഭാഗം അടക്കം കൃത്യമായി ഉള്ളപ്പോൾ ഇത് പരിചരിച്ച് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുള്ള നഗരസഭാ നേതൃത്വം അത് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, പെട്ടെന്ന് തടി തപ്പാൻ വേണ്ടി പുതിയ വാഹനങ്ങൾ വാങ്ങി അതിൽ സഞ്ചരിക്കുന്ന സ്ഥിതിയാണ് നഗരസഭയുടെ ഇപ്പോഴത്തെ അവസ്ഥ. നമ്മുടെ പ്രതിപക്ഷം വളരെ ശക്തമായ രീതിയിൽ നിരവധി തവണ ഈ വിഷയങ്ങൾ നഗരസഭയിൽ ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും ഭരണതലത്തിൽ നിന്നും യാതൊരു നടപടിയും ഉണ്ടാകാത്ത ഒരു സ്ഥിതി. എന്തുകൊണ്ടാണ് പ്രതിപക്ഷം കുറച്ചുകൂടി ശക്തമായ രീതിയിൽ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത്? പ്രതിപക്ഷം നഗരസഭയ്ക്ക് അകത്തും പുറത്തും ഇക്കാര്യത്തിൽ ശക്തമായ പ്രതിഷേധത്തിലാണ്. പക്ഷേ അതൊന്നും ചെവിക്കൊള്ളാതെ, അതൊന്നും വകവെക്കാതെ സംസ്ഥാന ഗവൺമെന്റിനെ പോലെ, സംസ്ഥാന ഗവൺമെന്റ് കാണിക്കുന്ന കൊള്ളരുതായ്മകളുടെ മുഴുവൻ മറ്റൊരു ചിത്രമായി പുനലൂർ നഗരസഭയും മാറിയിരിക്കുകയാണ്. ചൂണ്ടിക്കാണിക്കുന്നതും അല്ലെങ്കിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്നതുമായ ഇത്തരം ആരോപണങ്ങളും ആക്ഷേപങ്ങളും പരിശോധിച്ച് പരിഹരിക്കുന്നതിന് പകരം പ്രതിപക്ഷത്തെ ആക്ഷേപിക്കുകയും പട്ടണത്തെ നശിപ്പിക്കുകയും പട്ടണവാസികളെ അപഹാസ്യരാക്കുകയും ചെയ്യുന്ന സമീപനമാണ് പുനലൂർ നഗരസഭാ നേതൃത്വം സ്വീകരിക്കുന്നത്. ഇപ്പോഴേ നമുക്ക് ഈ പുനലൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഏകദേശം 20ഓളം വാഹനങ്ങൾ ഇവിടെ തന്നെ കിടപ്പുണ്ട്. അതുപോലെ തന്നെ നഗരസഭ ഓഫീസിന് സമീപത്ത് ഒരു സ്വകാര്യ ഒരു വർക്ക്ഷോപ്പിൽ ഇവിടെ എല്ലാം വാഹനങ്ങൾ കിടക്കുന്നു. ഈ വാഹനങ്ങൾ ഒന്ന് കണ്ടം ചെയ്തതാണെങ്കിൽ അതിനെ നിയമാനുസൃതമായി വിറ്റഴിച്ച് ആ തുക നഗരസഭയുടെ ഫണ്ടിലേക്ക് ഉൾപ്പെടുത്താൻ എന്തുകൊണ്ടാണ് നഗരസഭ ഭരണകർത്താക്കൾ പിന്മാറി നിൽക്കുന്നത്? ഈ നഗരസഭയിലെ ഇത്തരം വാഹനങ്ങൾ ഇത് യഥാവിധി പരിശോധിച്ച് ഇത് ഉപയോഗയോഗ്യമായിട്ടുള്ളത്, പരിഹരിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ മെക്കാനിക് ചെയ്ത് പരിഹരിക്കാൻ കഴിയുന്ന അത്തരത്തിൽ ഉപയോഗിക്കുകയും ബാക്കിയുള്ളത് കണ്ടം ചെയ്ത് കൊടുക്കുകയും ചെയ്താൽ യഥാർത്ഥത്തിൽ ഈ കാര്യത്തിന് പരിഹാരമുണ്ടാകും. ഒരു ചെറിയ തുക നഗരസഭയ്ക്ക് ലഭിക്കുന്നു എന്ന് മാത്രമല്ല, ഈ ലോറി ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ, JCB ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ, ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ, ഇതെല്ലാം നഗരസഭയ്ക്ക് ഉപയോഗയോഗ്യമാണ്. ഇതെല്ലാം ചെറിയ പണികൾക്കുള്ള പണിച്ച് പൂർത്തിയാക്കാൻ കഴിയുന്ന വാഹനങ്ങളാണ്. ഇനി 15 വർഷത്തിലേറെ പഴക്കമുള്ളതാണെങ്കിൽ ഇതെല്ലാം വിറ്റഴിക്കാൻ സംവിധാനം ഗവൺമെന്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് ചെയ്യുന്നതിന് പകരം അതല്ലേ ഈ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യം, ഇപ്പൊ നഗരസഭാ ശ്മശാനം ഉദാഹരണം എടുത്താൽ നിസ്സാരമായി പരിഹരിക്കാൻ കഴിയുന്ന സംവിധാനം പരിഹരിക്കത്തില്ല, അല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ല. ആ സമീപനത്തിലേക്കാണ് നഗരസഭ പോകുന്നതിന്റെ മകുട ഉദാഹരണമാണ് ഈ വാഹനങ്ങളുടെ കിടപ്പ്. ഇത്തരം വാഹനങ്ങൾ നിരവധി തവണ നമ്മൾ മാധ്യമപ്രവർത്തകർ എന്ന നിലയിലും നമ്മൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുന്നതാണ്. എന്നാൽ ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അവർ ചെവിക്കൊള്ളുന്നില്ല എന്നൊരു നിലപാട്, അത് വളരെ ഒരു വിരോധാഭാസമായി തന്നെയല്ലേ തോന്നുന്നത്? തീർച്ചയായിട്ടും ഒരു
തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ അധികാരികൾക്ക് ആദ്യം വേണ്ടത് ആരോപണങ്ങളും ആക്ഷേപങ്ങളും പരാതികളും ഉന്നയിക്കുമ്പോൾ അതിൽ കഴമ്പുണ്ടോ, ആരുന്നയിക്കുന്നു എന്നല്ല, അതിൽ കഴമ്പുണ്ടോ, മാധ്യമ സുഹൃത്തുക്കൾ, രാഷ്ട്രീയക്കാർ, പൊതുപ്രവർത്തകർ അല്ലെങ്കിൽ പട്ടണത്തിലെത്തുന്ന മറ്റാളുകൾ അതിൽ കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കുകയും അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ചെയ്യുകയുമാണ് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പ്രഥമ ഉത്തരവാദിത്തം. പുനലൂർ പട്ടണത്തിൽ എത്തുന്ന ഒരു അന്യ സ്ഥലത്തുള്ള ഒരാളിന് പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ സ്ഥലമില്ല എന്ന് പരാതി പറഞ്ഞാൽ അയാളെ ആക്ഷേപിക്കുന്ന സ്ഥിതി, അതിനുള്ള സൗകര്യമുണ്ടോ ഇവിടെ? ലക്ഷങ്ങൾ മുടക്കി എന്തെല്ലാം ചെയ്തിട്ടും ഇതുവരെ അതിന് സൗകര്യമില്ലാത്ത സ്ഥിതി. അത്തരത്തിൽ അത് പരിഹരിച്ചു മുന്നോട്ട് പോകുന്നതിനാണ് ഒരു ഭരണാധികാരി. അതാണ് യഥാർത്ഥ ഭരണാധികാരി. ഇത് അവരെ ആക്ഷേപിക്കുകയും പരാതികൾ പറയുന്ന മാധ്യമക്കാരെ ആക്ഷേപിക്കുകയും അല്ലെങ്കിൽ മാധ്യമ സുഹൃത്തുക്കൾ വാർത്തകൾ കൊടുക്കുന്നവരെ ആക്ഷേപിക്കുകയും പ്രതിപക്ഷ അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ, ഈ സ്വന്തം കക്ഷിയിൽ നിന്ന് അടക്കമുള്ള ആളുകൾ പോലും പറഞ്ഞാൽ അവരെ ആക്ഷേപിക്കുന്ന സ്ഥിതിയാണ് ഈ നഗരസഭാ നേതൃത്വത്തിനുള്ളത്. അതാണ് പുനലൂരിന്റെ ശാപം. അത് മാറണം. ഈ പട്ടണം ഏത് രാഷ്ട്രീയ കക്ഷി ഭരിക്കട്ടെ, ഈ പട്ടണം വികസിക്കണം. അതാണ് പുനലൂരിലെ ആളുകൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതാണ് പുനലൂരിന് വേണ്ടതും. യഥാർത്ഥത്തിൽ അതില്ലാത്തതും അതാണ് പുനലൂരിന്റെ ഇന്നത്തെ അവസ്ഥയുടെ പ്രധാന കാരണം. അതാണ് വളരെ പ്രസക്തമാണ് ചൂണ്ടിക്കാണിച്ചത്. ഒരു ദീർഘവീക്ഷണമുള്ള ഒരു ഭരണ സംവിധാനം ഇല്ലാത്തത്, ആക്ഷേപങ്ങൾ വരുമ്പോൾ അതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കാതെ വിമർശനാത്മകമായ നിലപാടുകൾ സ്വീകരിക്കുന്ന നഗരസഭയുടെ ഈ നിലപാട് തന്നെയാണ് വാഹനങ്ങൾ ഇങ്ങനെ തുരുമ്പെടുക്കാൻ പ്രധാന കാരണവും. വിലപിടിപ്പുള്ള ഏകദേശം 20ഓളം JCB ടിപ്പർ ഉൾപ്പെടെ ഏകദേശം 20ഓളം വാഹനങ്ങളാണ് ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ മാത്രമായി കിടക്കുന്നത്. നഗരസഭ കാര്യാലയത്തിന് സമീപത്തുണ്ട്, നെല്ലിപ്പള്ളിൽ ഒരു സ്വകാര്യ വർക്ക്ഷോപ്പിൽ കിടപ്പുണ്ട്. അങ്ങനെ നിരവധി, ഇവിടെ ഏകദേശം 20ഓളം വാഹനങ്ങളാണ് കിടക്കുന്നത്. ഏകദേശം കോടിക്കണക്കിന് രൂപ വില വരുന്ന വാഹനങ്ങൾ ഇങ്ങനെ തുരുമ്പെടുത്ത് നശിക്കുമ്പോൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അവർ തിരിഞ്ഞു നോക്കാത്ത മനോഭാവം ശരിയായ മനോഭാവമാണോ അത്? ഒരിക്കലും അല്ല. ആരുണ്ട് ഇവിടെ ചോദിക്കാൻ എന്നുള്ള ഈ പ്രോഗ്രാം തന്നെ അതിനൊരു ഉദാഹരണമാണ്. കാരണം ഇപ്പൊ പുനലൂർ മുനിസിപ്പാലിറ്റിയിൽ ഏകദേശം 20ഓളം വാഹനങ്ങൾ ഇവിടെ തന്നെ കിടപ്പുണ്ട്. ഈ വാഹനങ്ങളൊക്കെ തന്നെ ലേലം ചെയ്ത് കൊടുത്താൽ കോടിക്കണക്കിന് രൂപ മുനിസിപ്പാലിറ്റിയിലേക്ക് വസൂലാക്കാൻ പറ്റുന്നതാണ്. അത് ചെയ്യാതെ ഈ വാഹനങ്ങൾ ഇവിടെ നിർത്തിക്കൊണ്ട് പുതിയ പുതിയ വാഹനങ്ങൾ എടുക്കുന്ന ഒരു ഹോബിയാക്കി മാറ്റിയിരിക്കുകയാണ് പുനലൂർ നഗരസഭ എന്ന് പറയുന്നത്. നമ്മൾ പൂർണ്ണമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചു നോക്കുപോലെ ഓരോ ഭാഗങ്ങളിൽ നമ്മളെ ഈ കെടുകാര്യസ്ഥതയുടെ ഭാഗമായിട്ടാണ് അവിടെ പുനലൂർ ഒരു ബസ് സ്റ്റാൻഡ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ്. അവിടെ വരുന്ന യാത്രക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്നിനോ രണ്ടിനോ പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. വീടുകളിൽ നിന്ന് സഹോദരിമാരൊക്കെ വന്നിട്ട് ഇവിടെ നിന്ന് മിഴിമിഴാന്ന് നോക്കുകയാണ്, എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം എന്നറിയാത്ത ഒരു സാഹചര്യമാണ്. തൊട്ടടുത്ത ഒരു പെട്രോൾ പമ്പിൽ പോയിട്ടാണ് പലരും കാര്യങ്ങൾ സാധിക്കുന്നത്. ഇതൊക്കെ ജനങ്ങൾക്ക് ആവശ്യമാണെന്ന് ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ജനപ്രതിനിധികൾക്ക് തോന്നണം, അല്ലെങ്കിൽ ചെയർമാന് തോന്നണം. ഇവിടെ ഇങ്ങനെ ഒരു മുനിസിപ്പാലിറ്റി ഭരണം ഉണ്ടോ എന്ന് പോലും നമുക്ക് അറിയാൻ വയ്യാത്ത ഒരു അവസ്ഥയിലാണ് പുനലൂർ മുനിസിപ്പാലിറ്റി ഇപ്പൊ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മുൻകാലങ്ങളിലൊക്കെ ആണ് ഇരിക്കുന്ന ചെയർമാൻമാര് നേരായ ഭാഷയിൽ അല്ലെങ്കിലും കാര്യങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് അവരുടെ കാര്യങ്ങൾ അവർ സാധിച്ചെടുക്കാൻ വേണ്ടി പല പ്രോജക്റ്റുകളും കൊണ്ടുവന്നുകൊണ്ട് അവരെ കാശുകൾ മാറ്റിയെടുക്കുമായിരുന്നു. നമ്മൾ അതിനെ അവരെ കുറ്റം പറയുന്നില്ല. വേസ്റ്റ് ടിന്നുകളാണെങ്കിൽ തന്നെ ഈ പ്രോജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴ് നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി പ്രോജക്റ്റുകൾ അവർ ഉണ്ടാക്കി പുതിയ വാഹനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. പ്രോജക്റ്റുകൾ ഉണ്ടാക്കിയിട്ട് അവർക്ക് സുഖവാസ കേന്ദ്രത്തിൽ യാത്ര ചെയ്യുന്നത് പോലെ മുനിസിപ്പാലിറ്റി നഗരസഭയിലുള്ള സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു കാര്യങ്ങളും ചെയ്യാതെ പുതിയ പുതിയ വാഹനങ്ങൾ വാങ്ങിച്ച്, സ്കോർപിയോ പോലുള്ള വാഹനങ്ങൾ വാങ്ങിച്ച് ലക്ഷക്കണക്കിന് രൂപ ധൂർത്തടിക്കുന്ന സംവിധാനം പുനലൂർ മുനിസിപ്പാലിറ്റിയിൽ നടക്കുന്നുണ്ട്. അത് മേലേറ്റം തൊട്ട് താഴെയറ്റം വരെ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉദ്യോഗസ്ഥന്മാരും മെമ്പർമാരും രണ്ട് തട്ടിലാണ്. ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് മെമ്പർമാർ കേൾക്കത്തില്ല, മെമ്പർമാർ പറയുന്നത് ഉദ്യോഗസ്ഥന്മാർ കേൾക്കത്തില്ല. ഭരണസ്തംഭനമാണ് പുനലൂർ മുനിസിപ്പാലിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ചോദ്യം ചെയ്യാൻ ആരുമില്ലാത്ത ഒരവസ്ഥയാണ്. പുനലൂർ പട്ടണത്തിലായാലും മറ്റിതര പ്രദേശങ്ങളിലായാലും മുനിസിപ്പാലിറ്റിയുടെ ഇതുപോലുള്ള വാഹനങ്ങൾ പലയിടത്തും ഡംപ് ചെയ്തിരിക്കുകയാണ്. എന്തുകൊണ്ട് മുനിസിപ്പാലിറ്റിക്ക് ടെൻഡർ കൊടുത്തുകൊണ്ട് ഇത് ലേലം ചെയ്ത് മുനിസിപ്പാലിറ്റിയിലേക്ക് വസൂലാക്കിയാൽ ഇത്രയും സ്ഥലം ഫ്രീ ആയി കിട്ടത്തില്ലേ? അവിടെ പുനലൂർ പോലീസ് സ്റ്റേഷന്റെ അടുത്ത് നിന്ന് 50 മീറ്റർ പോലും വ്യത്യാസം ഇല്ലാത്ത ഈ സ്ഥലത്ത് വാഹനങ്ങൾ വാറാക്കി മാറ്റിയിരിക്കുകയാണ്. നമുക്ക് നേരിട്ട് കാണാൻ കഴിയും, നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. കഞ്ചാവും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ എന്ത് തന്നെ അനാശാസ പ്രവർത്തനങ്ങളും ഇതിന്റെ മറവിൽ ചെയ്യാവുന്ന രീതിയിൽ കാട് മൂടി വളരെ ഒരു ഗോഡൌണ് മാതിരിയാണ് ഈ പ്രദേശം കിടക്കുന്നത്. പുനലൂർ പട്ടണമാണ്, പുനലൂർ പോലീസ് സ്റ്റേഷനാണ് തൊട്ടടുത്ത പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ്. ഇതിലേക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ പോകുന്നത്. ആരെങ്കിലും ഒരാളെ പിടിച്ചു വലിച്ച് മദ്യപാനികൾ കൊണ്ടുപോയാൽ പോലും വളരെ എന്തെങ്കിലും അപകടകരമായ കാര്യങ്ങൾ നടന്നതിന് ശേഷമേ അധികൃതരുടെ ശ്രദ്ധ ഇവിടേക്ക് വരുമോ എന്നുള്ള ഒരു സംശയത്തിലാണ്. ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിലവിൽ ബാത്റൂം സൗകര്യം ഇല്ലാത്തത് കൊണ്ട്
ഈ കാട് മൂടി കിടക്കുന്ന ഈ വാഹനങ്ങൾ, നഗരസഭയുടെ വാഹനങ്ങൾ കാട് മൂടി കിടക്കുന്ന സ്ഥലത്താണ് മിക്കവാറും ബാത്റൂം സൗകര്യമായിട്ട് ഇപ്പം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. വരുന്ന ആളുകൾ ബുദ്ധിമുട്ടുകൊണ്ട് അവര് വന്ന് നിന്ന് ഇവിടെ ഓപ്പൺ എയറിലാണ് ഇവിടുത്തെ മലമൂത്ര വിസർജനം ചെയ്യുന്നത്. അത് കാരണം ഇതിലേക്കൂടെ നടന്നു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ഈ വാഹനങ്ങളുടെ പുറകിലായിട്ട് ഡംപ് ചെയ്തിട്ടേക്കാണ്, മാലിന്യ കൂമ്പാരമാണ്. എല്ലാ മലമൂത്ര വിസർജനവും എല്ലാം കൊണ്ട് ക്ലീൻ കേരള പദ്ധതി പോലെ ക്ലീൻ മുനിസിപ്പാലിറ്റിയാന്ന് പറയുന്നതല്ലാതെ പ്രവൃത്തിയിൽ ഇതൊന്നും കാണാൻ കഴിയുന്നില്ല. അതിനു വേണ്ടി ഉദ്യോഗസ്ഥന്മാരോ മെമ്പർമാരോ തന്നെ ഇതിന്റെ മുൻകൈ എടുത്ത് ഇവിടോട്ട് വരികയോ ഇതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഞങ്ങൾ കഴിഞ്ഞ ഒരു റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായിട്ട് ആ സ്കൂളിന്റെ ഗ്രൗണ്ട് ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മുനിസിപ്പാലിറ്റിയിൽ 3-4 മിഷനുണ്ട്, കാടടിക്കുന്ന മിഷനുണ്ട്. അവിടെ വന്ന് ബന്ധപ്പെട്ടപ്പോഴേ അറിയുന്ന ഒരു ഒറ്റ മിഷൻ പ്രവർത്തനമല്ല. എത്ര പേർക്കാണ് മുനിസിപ്പാലിറ്റി ശമ്പളം കൊടുക്കുന്നത്? ഈ പുല്ല് വെട്ടാനുള്ള ഉപകരണങ്ങൾ കേടാക്കി വെച്ചുകൊണ്ട് അത് പ്രവർത്തനരഹിതമായിട്ടാണെന്ന് പറയാനായിട്ടിരിക്കുകയാണ് അവിടുത്തെ തൊഴിലാളികൾ. നമ്മൾ വെളിയിൽ നിന്ന് ആളെ വിളിച്ച് കാശ് കൊടുത്തിട്ട് അടിപ്പിക്കേണ്ട അല്ല, ഗതികേടുണ്ട്. അത് നഗരസഭയുമായി ചേർന്ന് നടത്തിയ റിപ്പബ്ലിക് ദിനാഘോഷ കമ്മിറ്റിയിലാണ് ഈ ആരോപണം അതെ വരുന്നത്. അതെ, മുനിസിപ്പാലിറ്റിയില് നഗരസഭയുമായിട്ട് താലൂക്ക് റിപ്പബ്ലിക് ദിനാഘോഷ കമ്മിറ്റിയും മുനിസിപ്പൽ സമിതിയും ജനങ്ങളും എല്ലാവരും കൂടെ ചേർന്ന് ചെയ്യുന്ന ഒരാവശ്യത്തിനായിട്ട് നമ്മൾ 15 ദിവസത്തേക്ക് മുമ്പേ പറഞ്ഞിട്ട് പോലും നമുക്ക് ആ സമയത്ത് അത് അടിച്ച് വൃത്തിയാക്കാൻ പറ്റാതെ വന്ന് വെളിയിൽ നിന്ന് കാശ് കൊടുത്തിട്ട്, നമ്മുടെ കാശ് കൊടുത്തിട്ട് നമുക്കത് ചെയ്യേണ്ടി വന്നു. ജനങ്ങളുടെ കാശാണ്, അത് വെളിയിൽ പോയ. പക്ഷെ അതേപോലെ മുനിസിപ്പാലിറ്റിയുടെ ഈ സാധനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ, പ്രവർത്തനമാണെങ്കിൽ നമുക്ക് എത്ര രൂപ അതിൽ ലാഭം ഉണ്ടാവും? നേരെ ചൊവ്വേ നമുക്ക് പ്രോഗ്രാം നടത്താനും കുട്ടികൾ വന്ന് നിൽക്കുന്ന സ്കൂൾ ഗ്രൗണ്ടുകൾ വൃത്തിയാക്കാനും ഒക്കെ തന്നെ ചെയ്യാൻ പറ്റുമായിരുന്നു. നമ്മൾ പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ച കാശ് കൊടുത്ത് അതിന് കണക്ക് കൊടുക്കേണ്ട അല്ല, അവസ്ഥയുണ്ട്. നമുക്ക് ഈ നഗരസഭയുടെ വാഹനങ്ങൾ ഇങ്ങനെ കിടക്കുന്നത് കൂടാതെ ക്ലീനിങ്ങിനായുള്ള മെഷീനറീസ് പോലും പ്രവർത്തനരഹിതമാണെന്നാണ്. എല്ലാം പ്രവർത്തന രഹിതമാക്കി വെക്കുകയാണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം ഇവർക്ക് പ്രവർത്തിച്ചാലും പ്രവർത്തിച്ചില്ലെങ്കിൽ ഇവർക്ക് ശമ്പളം കിട്ടും. അപ്പം പിന്നെ ഇത് പ്രവർത്തിപ്പിക്കണമെന്ന് അവർക്ക് യാതൊരു താല്പര്യവുമില്ല. അവർ തമ്മിൽ ധാരണയാക്കിക്കൊണ്ട് ഇത് കേടാണെന്ന് പറയും. ഇങ്ങനെ ഒരു 4 കാടടിക്കുന്ന മെഷീൻ ഒന്നിച്ച് കേടാവുന്നത് എങ്ങനെയാണ്? അഥവാ ഒന്ന് കേടായാൽ അത് റിപ്പയർ ചെയ്ത് ശരിയാക്കിക്കൂടെ? അല്ലാതെ അത് ഒന്നും കൊള്ളില്ല എന്ന് പറഞ്ഞുകൊണ്ട് 5, 6, 8 പേർക്ക് അല്ല, ശമ്പളം അത് കൊടുക്കുകയാണ്. അങ്ങനെ സമയബന്ധിതമായിട്ട് റിപ്പയർ ചെയ്യാത്തതുകൊണ്ടാണ് ഈ വാഹനങ്ങളൊക്കെ ഇവിടെ ആയി കിടക്കുന്നത്. സമയബന്ധിതമായിട്ട് റിപ്പയർ ചെയ്താലെ കൊണ്ട് പുതിയ പുതിയ വാഹനം എടുത്തുകൊണ്ട് ധൂർത്ത് നടത്താൻ ഇവിടുത്തെ മുനിസിപ്പൽ സമിതിക്കും അധികാരികൾക്കും പറ്റത്തില്ല. അതുകൊണ്ടാണ് അവരിത് ലേലം ചെയ്ത് കൊടുക്കാത്തത്. ഇത് ഇങ്ങനെ ഇട്ടുകൊണ്ട് പുതിയ വാഹനങ്ങൾ എടുക്കുകയാണ്. അപ്പൊ അവർക്ക് രാജകീയമായ സുഖത്തിൽ അവർ നടക്കുകയും ചെയ്യാം. മറ്റു വാഹനങ്ങൾ ഇവിടെ കിടന്ന് കാട് മൂടി ജനങ്ങൾക്ക് ഉപകാരപ്രദമാവേണ്ട സാധനങ്ങൾ ഉപദ്രവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലെ കൂടെ നടക്കുന്നവർക്ക് ഈ പ്രൈവറ്റ് സ്റ്റാൻഡിൽ വരുന്ന സഹോദരിമാർക്കായാലും സഹോദരന്മാർക്കായാലും സ്വസ്ഥമായിട്ട് നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം. ശരിക്കും പറഞ്ഞാൽ ഇവിടെ കഞ്ചാവ് മാഫിയയുടെയും മദ്യപാനികളുടെയും ഒരു കൂത്തരങ്ങായി മാറിയിരിക്കുക. പോലീസ് സ്റ്റേഷന് 50 മീറ്റർ താഴെയാണ്. ഞാനിത് എടുത്തു പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. കാരണം അവർക്കറിയാൻ സാധിക്കത്തില്ല, അവർ അതിലെയാണ് പോകുന്നത്. ഇതിലെ കാൽനട യാത്രക്കാർ പോകുന്നവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി അപകടം സംഭവിച്ചാൽ ഈ മുനിസിപ്പാലിറ്റി സമാധാനം പറയണം. അതേ അവസ്ഥയാണ് ഇന്നിവിടെ ഈ പുനലൂർ പട്ടണത്തിലെ ഈ ചെമ്മന്തൂര് പ്രൈവറ്റ് സ്റ്റാൻഡിന്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ പഴയ ആളുകൾ പറഞ്ഞു കേട്ട് ആന പറ്റി കിടന്നാൽ കാണാത്ത കാടാണെന്ന്. അതേ കണ്ടീഷനിലേക്ക് ഈ മുനിസിപ്പാലിറ്റിയുടെ ഭരണ കെടുകാര്യസ്ഥത നമുക്ക് നേരിട്ട് ബോധ്യപ്പെടാൻ സാധിക്കും. ഈ വിഷ്വൽസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വളരെ കാര്യമാത്ര പ്രസക്തമായ വിഷയമാണ് BJPയുടെ പ്രതിനിധിയാണ് ബാനർജി ചൂണ്ടിക്കാണിച്ചത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവര് നഗരസഭയിൽ നിരവധി നിവേദനങ്ങൾക്ക് സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ള വസ്തുത കൂടി ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. പുനലൂരിലെ ഇത്തരം വിഷയങ്ങളിൽ വളരെ വൈകാരികമായി പ്രതികരിക്കുന്ന ഒരു സംഘടനയാണ് പുനലൂർ സാംസ്കാരിക വേദി. അതിന്റെ പ്രവർത്തകൻ AK നസീറാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നമ്മൾ പുനലൂർ സാംസ്കാരിക സമിതി ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഈ നഗരസഭയുടെ വാഹനങ്ങൾ, ലക്ഷങ്ങൾ വില വരുന്ന വാഹനങ്ങൾ നശിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ എന്താണ് അവർക്ക് പറയാനുള്ളത്? അവർക്ക് പറയാനുള്ളതെന്ന് വെച്ചാല് നമ്മൾ ഇതിങ്ങനെയുള്ള തെറ്റുകൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നവരെന്നും വികസന വിരോധികളാണ്. ഇപ്പം നമ്മുടെ ഈ പരിപാടി പോലെ തന്നെ ആരുണ്ട് ഇവിടെ ചോദിക്കാൻ എന്നുള്ളൊരു ചോദ്യമാണ്. ഇപ്പം ആരെങ്കിലുമൊക്കെ ചോദിക്കാൻ ഉണ്ട് എന്നുള്ള തോന്നലാണ് പ്രേക്ഷകരുടെ മുമ്പിലുള്ളത്. ഇത് കണക്കുള്ള കാര്യങ്ങൾ തുറന്നു കാണിക്കുക തന്നെ വേണം. കാരണം അല്ല, ആരുണ്ടെന്ന് ചോദിക്കാനല്ലേ, ചോദിക്കാൻ ആളില്ലാത്ത സ്ഥലത്ത് ഞങ്ങളുണ്ട്. അതാണ് ഞങ്ങളുടെ പരിപാടിയുടെ പേരുണ്ട്, ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ. ഞങ്ങൾ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ന്യൂസ് ഏറ്റവും കൂടുതൽ സ്നേഹം. എന്താ പറയുക, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ വരുമ്പോഴാണ് ജനങ്ങൾക്ക് യഥാർത്ഥ ഉത്തരം കിട്ടുന്നത്. ഇപ്പൊ തന്നെ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ പുനലൂർ നഗരസഭയിൽ നമ്മളാണെങ്കിൽ ഓരോ രാഷ്ട്രീയ കക്ഷികളും നമ്മൾ വാർഡ് തലത്തിൽ ജയിപ്പിച്ചു വിടുന്ന രാഷ്ട്രീയ കക്ഷികൾ ഇവിടെ നാട്ടിൽ പൊതുജനങ്ങൾക്ക് കിട്ടേണ്ട അർഹമായിട്ടുള്ള എന്ത് വികസനമാണ് ഇവിടെ നടത്തിയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ഒന്നും തന്നെ ഇല്ല. മൊത്തം നശിപ്പിക്കല. എന്താണ് നഗരസഭയിലുള്ള വികസനം എന്ന് പറഞ്ഞാൽ തന്നെ ഈ കാണുന്ന കാട് മൂടി കിടക്കുന്ന വാഹനങ്ങളെ എടുത്തു കഴിഞ്ഞാൽ അത് രണ്ടുപേരും ഒരേ ത്രാസിന്റെ തുല്യ തൂങ്ങത്തിൽ ഇങ്ങനെ തന്നെ നിൽക്കും. കാരണം എന്തറിയോ, കാര്യം ഇതേ കണക്ക് തന്നെ തുരുമ്പിച്ചു പോയി എല്ലാ ഭാഗങ്ങളും.
ഇത് തന്നെ ഏതാണ്ട് വർഷങ്ങൾക്ക് ശേഷം 15-20 വർഷങ്ങൾക്ക് മുമ്പുള്ള വാഹനങ്ങൾ വരെ ഇവിടെ കിടപ്പുണ്ട്. നമുക്കറിയാം ഇപ്പൊ തന്നെ നഗരസഭ അനാവശ്യമായിട്ട് ഒരു കാര്യവുമില്ലാതെയാണ് വാഹനങ്ങൾ വാങ്ങിക്കൂട്ടിയത്. എത്ര വാഹനമാണ് മേടിച്ച് ആര് കണക്ക് ചോദിച്ചു? ഈ 3 പെട്ടി ഓട്ടോറിക്ഷ മേടിച്ചു. അത് അതിൽ 2 ഒരെണ്ണം മാത്രമേ ഓടുന്നുള്ളൂ, 2 അവിടെ കിടപ്പുണ്ട്. അല്ല, ഈ പെട്ടി ഓട്ടോറിക്ഷകൾ വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ ആദ്യം വാങ്ങിച്ച പെട്ടി ഓട്ടോറിക്ഷകളിൽ 5-6 പെട്ടി ഓട്ടോകൾ ഇവിടെ അല്ല, കിടപ്പുണ്ട്. അതിലേക്ക് ഞാൻ വരുന്നത്. അതിലെ ഒരു പെട്ടി ഓട്ടോയ്ക്കകത്ത് നമ്മുടെ ദൃശ്യങ്ങൾ ഇപ്പം പ്രേക്ഷകരെ കാണിച്ചു. ബിയർ കുപ്പികൾ അടുക്കി അതെ വെച്ചിരിക്കുകയാണ്. അതെ കറക്റ്റ്. ഇതിന്റെ ബാക്കിലൊക്കെ നല്ലൊരു ലോബി തന്നെ ഉണ്ട്. കാര്യം ആരും ചോദിക്കാനില്ല എന്നുള്ള ആ ഒരു പ്രസക്തി, ഇവരുടെ രാഷ്ട്രീയ അഹങ്കാരം, നല്ല നല്ല പ്രസ്ഥാനങ്ങളിൽ കയറി നിന്നിട്ട് ജയിച്ചു വന്നതിന് ശേഷം ജനങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിക്കുള്ള ഇതിനൊക്കെയുള്ള പ്രവണതകളാണ് ഇവിടെ നമ്മളെ പോലുള്ള പൊതുപ്രവർത്തകരുടെ ആൾക്കാർ ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് കണ്ടു കാണും. ഇപ്പൊ തന്നെ ഇവിടെ കോടിക്കണക്കിന് രൂപയുടെ വാഹനങ്ങളാണ് കിടക്കുന്നത്. ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന എത്ര വാഹനം ഉണ്ടെന്നറിയാമോ? ഇത് മനഃപൂർവ്വം നശിപ്പിച്ച് അടുത്ത വാഹനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം നശിപ്പിച്ച് കാട് മൂടിയ നിലയിട്ടേക്ക് ആരും കാണരുത്. അല്ല, നമ്മൾ മനസ്സിലാക്കിയത് ഈ കിടക്കുന്ന വാഹനങ്ങളൊക്കെ ചെറിയ ചെറിയ മെയിൻ്റെനൻസ് മാത്രമേ സമയബന്ധിതമായി ചെയ്ത് തീർക്കാത്തത് കൊണ്ടാണ് ഈ വാഹനങ്ങൾ ഇങ്ങനെ പെട്ടുപോയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതെ, സമയബന്ധിതമായി കിട്ടുന്ന മാത്രമല്ല, അതിന് പണം കൊടുക്കണം. കാര്യം ഇവിടെ ഓടുന്ന ഡീസലിന് കണക്കില്ല, ഇവിടെ ചെലവാക്കുന്ന പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് വാരിക്കോരി ചെലവാക്കുന്ന ഒരു പൈസയ്ക്ക് കണക്കില്ല. അത് പൊതുജനങ്ങൾക്കെല്ലാം കിട്ടുന്നു, അതും കിട്ടുന്നില്ല. ഇപ്പൊ തന്നെ ഇവിടെ തന്നെ കിടപ്പുണ്ട് വളരെ മനോഹരം. പണ്ട് ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞ കുതിരവട്ടം പപ്പിന്റെ ഒരു ഓർമ്മ വരുന്നു. റോളർ ഏതാ മറ്റേ ഉരുട്ടുന്ന ഇതൊക്കെ ഇപ്പൊ കാണാൻ പോലും ഇല്ല, ഇന്ന് ഉപയോഗിക്കുന്നില്ല. മനസ്സിലായില്ലേ? ഇതൊക്കെ അന്നേ കൊണ്ടിട്ടതാ. ഒരു ചെറിയ കംപ്ലൈന്റ് ആയിരുന്നു. ഈ കിടക്കുന്ന വാഹനങ്ങൾക്കൊന്നും വലിയ കംപ്ലൈന്റ് ഇല്ല, ഒരു ചെറിയ കംപ്ലൈന്റാ. ഈ വർഷാപ്പിൽ കൊടുക്കേണ്ട പൈസകൾ കറക്റ്റ് സമയത്ത് കൊടുക്കാത്തതും അവർ പണിക്ക് എടുക്കാത്തതുമാണ് ഇതിന്റെ സത്യം. അപ്പൊ എന്ത് ചെയ്യും? ഒരു കമ്മിറ്റി കൂടിയും തിരികെ എടുത്ത് അങ്ങോട്ടും കിട്ടാൻ ആരുണ്ട് ഇവിടെ ചോദിക്കാൻ? ചിന്തിച്ചു നോക്ക്. കൊണ്ടുവിടുക. ഇത് തന്നെ കോടിക്കണക്കിന് രൂപ നികുതിപ്പണമാണ്. നമ്മുടെയൊക്കെ നികുതിപ്പണം കൊണ്ട് മേടിച്ചിട്ട് അത് അടത്തത് ഓരോരുത്തർ കയറുന്നവര് കസാരകളിയാണല്ലോ നഗരസഭ അല്ല, പഞ്ചായത്ത്. നമ്മൾ യഥാർത്ഥത്തിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. 2-3 ടിപ്പറുകൾ, JCB, ഓട്ടോറിക്ഷകൾ, ലക്ഷങ്ങൾ, കോടികളുടെ വിലകൾ. കോടികളുടെ സാധനങ്ങൾ, വാഹനങ്ങൾ വെറുതെ അവര് തന്നെ നശിപ്പിച്ചിട്ട് ഇവിടെ കൊണ്ടിട്ടിരിക്കുകയാണെന്ന് തന്നെ പറയണം. ആവശ്യത്തിന് ഓടിയിട്ടേ ഇല്ലേ വാഹനങ്ങളൊന്നും. ഇപ്പൊ തന്നെ നമുക്കറിയാം വേസ്റ്റ് ബിന്നുകൾ. ഇപ്പോൾ എത്ര കോടിക്കണക്കിന് രൂപ അന്ന് ഭയങ്കര വിവാദമായതാണ്. ഞാൻ തന്നെയാണ് അതിനെതിരെ കേസ് കൊടുത്തത്, വിജിലൻസിൽ കൊടുത്തത്. അന്ന് ഭരിച്ചിരുന്ന ചെയർമാനെതിരെ തന്നെ കൊടുത്തത്. നമ്മൾ ആലോചിക്കണം. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരൊറ്റ കേസ് ഇത് കണക്ക് വേസ്റ്റ് ബിന്നുകൾ. ഇപ്പൊ വേസ്റ്റ് ബിന്നുകൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് വേസ്റ്റ് ബിന്നുകൾ ഉൾപ്പെടെ കാണാം. ഒരു വേസ്റ്റിന് എത്ര രൂപ മുടക്കിയിരിക്കുന്നത്? ലക്ഷക്കണക്കിന് രൂപയാണ് ഒരു വേസ്റ്റ് ബിന്നിന്റെ പുറത്ത് മുടക്കിയത്. അപ്പൊ ഇത് കണക്കുള്ള ധൂർത്തുകൾ, അനാവശ്യ ധൂർത്തുകൾ ജനങ്ങൾക്ക് പേര് ഇപ്പൊ അടുത്ത പുതിയ പദ്ധതികൾ ഉണ്ടാക്കുക, കാട് കയറി മൂടിയുക, ഒന്നും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതുമില്ല. ഇപ്പൊ തന്നെ ഈ വാഹനങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. ഒരു കുഴപ്പമില്ലാത്ത വാഹനങ്ങളാണ്. ഈ വാഹനങ്ങൾ എടുക്കുമ്പോൾ ഒരു നിയമപ്രകാരമായിട്ട് RTO ഓഫീസ് കൊടുത്ത് ഈ വാഹനം പൊളിച്ച് മാറ്റാൻ പറ്റും. ആക്രിക്ക് കൊടുത്ത് പൊളിച്ച് മാറ്റാൻ പറ്റും. ഒരു വളരെ സിമ്പിൾ ആയിട്ട് പരിപാടിയാണ്. പ്രത്യേകിച്ച് മുനിസിപ്പാലിറ്റി ആകുമ്പോൾ ഒന്നും തന്നെ വേണ്ടല്ലോ. അപ്പം ഈ ഒരു കാര്യം ചെയ്തിരുന്നുവെങ്കിൽ, എന്നിട്ട് അടുത്ത വാഹനം എടുക്കുകയാണെങ്കിൽ, ഒരു വണ്ടി എടുക്കുമ്പോൾ അടുത്തേക്ക് ഒരു മരം അല്ല, ഇത് എനിക്ക് പൊളിക്കുന്നതിനുള്ള ആ ഒരു അനുവാദം നൽകേണ്ടത് RTO ഓഫീസിനാണ്. അത് നിയമാനുസൃതം എങ്ങനെ? അപ്പൊ ഒരു ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന ഒരാൾ എന്ന നിലയിൽ ഈ ഒരു വാഹനം പൊളിച്ച് നഗരസഭയുടെ ആസ്തിയിൽ വരുത്തുന്നത് എന്ത് നടപടിക്രമങ്ങളാണ് നഗരസഭ ചെയ്യേണ്ടത്? ഒരു ഫോർമാലിറ്റീസ് ഇല്ല. ഈ വാഹനം കിടക്കുന്ന കിടപ്പിന്റെ അവസ്ഥയും കാര്യങ്ങളും പരിഹരിച്ച് അവര് മുനിസിപ്പലിറ്റി കുറിക്കുമല്ലോ. മുനിസിപ്പൽ അവര് മീറ്റിങ്ങുകൾ കൂടുമല്ലോ. മീറ്റിങ്ങുകൾ കൂടുമ്പോൾ അതിന്റെ തീരുമാനം എടുക്കുക. സത്യം എല്ലാ കൗൺസിലർമാരുടെ ഇടുന്ന കൗൺസിൽ യോഗത്തിൽ തീരുമാനം എടുത്ത് ഇതിന്റെ എല്ലാം RC ബുക്ക് കറക്റ്റ് ആയിട്ട് നശിച്ച് കിടക്കുന്ന സീനും ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ വെഹിക്കിളിനെ വിളിച്ചൊന്ന് കാണിച്ചിട്ട് ഇത് എഴുതി കൊടുത്താൽ മതി, പ്രശ്നം തീർന്നു. അവർക്ക് അപ്പൊ തന്നെ പൊളിക്കാൻ വണ്ടി അവർക്ക് ആക്രിക്ക് കൊടുക്കാം. ആക്രിക്ക് കൊടുക്കുന്ന കാശ് നേരിട്ടല്ലോ, നേരെ അവർക്ക് ഏത് രീതിയിലും മേടിക്കാമല്ലോ. പോക്കറ്റ് മേടിച്ച് വെക്കുന്നവരുണ്ട്, അതിന്റെ ഒരു കമ്മീഷൻ വെച്ചിട്ടേ വെക്കത്തുള്ളൂ. അത് വേറെ സത്യം. ഈ കമ്മീഷന്റെ മുറുകലാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലിയാണ് ഇതെല്ലാം ഇവിടെ കിടക്കുന്നത്. മനസ്സിലായില്ലേ? കറക്റ്റ് ഇവർക്ക് ഇതിന്റെ പേരിൽ എത്ര കോടി രൂപയുടെ സാധനം ഉണ്ടെന്ന് നോക്കൂല. ഏതെങ്കിലും മുനിസിപ്പാലിറ്റിയിലോ പഞ്ചായത്തിൽ ഇങ്ങനെ വണ്ടികൾ കാണും? നമ്മൾ കാണും. സാധാരണ പോലീസ് സ്റ്റേഷനിലും എക്സൈസ് ഓഫീസിലൊക്കെ കാണും. ഒരു നഗരസഭയുടെ അണ്ടറിൽ അതായത് നല്ല വണ്ടിയേക്കാൾ ഒരു എനിക്കൊന്ന് 10-50 വണ്ടി പുറത്ത് ഇവിടെ കാണുന്നില്ലേ? ഇല്ലേ? അതിനകത്ത് JCB വരുന്നുണ്ട്. അതിനകത്ത് പിന്നെ വലിയ പിക്കപ്പ് ഇരിപ്പുണ്ട്. അതിനൊക്കെ തന്നെ വേസ്റ്റ് കൊണ്ടുവന്ന് നല്ല കിടുക്കാച്ച് വണ്ടികൾ. ഇതെല്ലാം കിടത്തി നശിപ്പിച്ച് 15 വർഷമാകാത്ത വാഹനം വരെ കാണും ഇവിടെ. നാലുകണം ഒരു നിയമം വന്നു, 15 വർഷത്തിനകത്ത് ശേഷം വാഹനങ്ങൾ ഉപയോഗിച്ചുകൂടാ. ഇതങ്ങ് അഴകാക്കിന്നേ. ഏതാ ഇത്? ഇപ്പൊ തന്നെ RTO ഓഫീസുകളിൽ കിടപ്പുണ്ട്. പക്ഷെ അതൊക്കെ 1-2 വണ്ടികളേ ഉള്ളൂ. ഇത് മുനിസിപ്പാലിറ്റി അതിനകത്ത് ഇത്രയും കോടികൾ ഇടന്ന് നശിപ്പിക്കുമ്പോൾ ഇതൊക്കെ കണ്ട് ആരെങ്കിലും ഒക്കെ ചോദിക്കാൻ ചെന്ന എന്താ പുച്ഛ സ്വരത്തില്ല. അതായത് ഇവർക്കൊക്കെ ഇവന് വേറെ പണിയൊന്നും ഇല്ലയോ എന്നാ ചോദിക്കുന്നത്. ഇതൊക്കെ നമുക്ക് കണ്ടിട്ട് സഹിക്കുന്നില്ല. ഇവിടെ ഒരു 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പാവപ്പെട്ട നെട്ടോട്ട് ഓടുകയാണ്. ഇവിടെ എത്ര ഓട്ടോറിക്ഷ കിടപ്പണം നോക്ക്, എത്ര കാറ് കിടപ്പുണ്ട്. ഇതൊക്കെ എടുത്ത് അവർക്ക് കൊടുത്തുന്ന അവരൊക്കെ അതൊക്കെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ കുടുംബം ജീവിച്ചു പോയനെ. നഗരസഭയുള്ള സാമ്പത്തികം കിട്ടും. ഇതൊന്നും ചെയ്യാൻ ആരാ ഉള്ളേ? ഓരോ വർഷം കസാരകളി വരെ ഓരോ പാർട്ടിക്കാരുടെ അണ്ടറിൽ ഓരോ പിന്നെ ചെയർമാനും വൈസ് ചെയർമാനും വരും. അപ്പോൾ സെക്രട്ടറികൾ മാറി വരും. നല്ല കൊള്ളാവുന്ന എന്തെങ്കിലും കാര്യം ചെയ്യാൻ വരും സെക്രട്ടറി. അപ്പൊ തന്നെ സ്ഥലമാറ്റം കിട്ടും. അവര് പറയുന്നത് കേട്ട് ഓച്ചാനിച്ച് നിൽക്കുന്ന ഉദ്യോഗസ്ഥരെയാണ് ആവശ്യം.
അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ കിടക്കാൻ മെയിനായിട്ടുള്ള കാരണം. ചുരുക്കി പറഞ്ഞാൽ അടുത്ത കാലത്തൊന്നും ഇത് ഇവിടെ നിന്ന് പോകാനോ ഈ ഫണ്ട് നഗരസഭയുടെ ഫണ്ടിലേക്ക് എത്താനോ സാധ്യത കുറവാണ്. ഒരു സംശയമുണ്ടോ? ഇനി അടുത്ത ഇലക്ഷൻ വരാൻ പോകില്ല. ആ സമയത്ത് ആരാ എടുക്കുന്നത്? ഇനി അടുത്തവർക്ക് വേണ്ടി വെച്ചേക്കോ. ഓരോരുത്തർക്ക് ഓരോ പ്രാവശ്യം കയറുമ്പോൾ എന്തെങ്കിലുമൊക്കെ വേണ്ടേ? പൈസ മുടക്കി വരുന്നതല്ലേ? കാശ് കൊടുത്ത് ജോലി മേടിച്ചിട്ട് കൈക്കൂലി മേടിക്കുന്ന സംവിധാനമില്ലേ? അത് തന്നെ നഗരസഭയിൽ നടക്കുന്നത്. അപ്പം എന്തായാലും ഈ വാഹനങ്ങൾ ഇവിടെ ഇങ്ങനെ കിടന്നാൽ പോരാ. ഇത് നമുക്ക് പുറകിലായി കാണാം, കാട് പിടിച്ച് ഇതൊക്കെ കാണുമ്പം ഇത് ഇന്നലെ ഒന്നും പിടിച്ച കാടുകളല്ല, വർഷങ്ങളായി കാട് പിടിച്ച് കിടക്കുന്ന അവസ്ഥയാണുള്ളത്. ഇതിനൊരു മാറ്റം വരണം. അതാണ് ഞങ്ങളുടെ പരിപാടിയിലൂടെയും ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. പുനലൂർ നഗരസഭയുടെ കോടികൾ വില വരുന്ന വാഹനങ്ങളാണ് ഇങ്ങനെ തുരുമ്പെടുത്ത് നശിക്കുന്നത്. ഇത് അധികൃതരുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവർ ചൂണ്ടിക്കാണിക്കുന്നവരെ അപഹാസ്യരാക്കുന്ന നിലപാടാണ് തുടരുന്നത്. ഇതിൽ നിന്നും നഗരസഭാ ഭരണകർത്താക്കൾ മാറണം, ഉണർന്ന് പ്രവർത്തിക്കണം. ഈ വാഹനങ്ങൾ വിറ്റ് നഗരസഭാ ഫണ്ടിലേക്ക് വസൂലാക്കുവാനുള്ള അടിയന്തര നടപടി സ്വീകരിക്കണം. ഇതോടെ ഈ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. നന്ദി, നമസ്കാരം.